എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 25 എപ്പിസോഡുകളിലായി സഭയ്ക്കുള്ള അന്തിമ സന്ദേശം എന്ന വിഷയം ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നു മുതൽ ദൈവസഭ, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഈ വിഷയം ഞാൻ ഹിന്ദിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ 30 വർഷമായി നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനായിരുന്ന ഓർഗനൈസേഷനിൽ 100 കണക്കിന് പാസ്റ്റർമാർ, ഇവാഞ്ചലിസ്റ്റുകൾ, 1000കണക്കിന് സഭകൾ നടത്തുന്നു. ഈ സഭകളിലൊക്കെയും ഞാൻ സന്ദർശനം നടത്തി ക്ലാസ് എടുക്കുമായിരുന്നു. പക്ഷേ ഇതിൽ 90% പാസ്റ്റർമാർക്കും സഭ എന്താണെന്ന് പോലും അറിവില്ലാത്തവരാണ്. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ഓർഗനൈസേഷനും വിദേശത്തുള്ള ആരെങ്കിലും ബൈബിൾ ട്രെയിനിങ് നടത്താനായി പണം സ്പോൺസർ ചെയ്യും. ആ സ്പോൺസർഷിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ എവിടെ നിന്നെങ്കിലും കുറച്ച് പിള്ളേരെ സംഘടിപ്പിച്ച് 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ ബൈബിൾ ട്രെയിനിങ് കൊടുത്ത് അവരെ സ്നാനപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്ത് മിഷൻ ഫീൽഡിലേക്ക് പറഞ്ഞയക്കുന്നു. അവരിൽ മിക്കവർക്കും സുവിശേഷം എന്താണെന്നറിയില്ല, അവരെ എന്തിനാണ് സ്നാനപ്പെടുത്തിയെന്നറിയില്ല, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ഈ കഴിഞ്ഞ നവംബർ 25 ഞാനും വേറെ 4 പാസ്റ്റർമാരും കൂടെ ചേർന്ന് ബീഹാറിലെ 38 ജില്ലകളിലും ഒരു പ്രാർത്ഥനാ യാത്ര നടത്തി തിരികെ എത്തി. എല്ലാ ജില്ലകളിലും കടന്നു ചെന്ന് അവിടെയുള്ള ചില സീനിയർ പാസ്റ്റർമാരുമായി അവരുടെ ഭവനത്തിൽ ചെന്ന് അവരുടെ ജില്ലയിലെ സുവിശേഷീകരണത്തെ പറ്റിയും ആ പാസ്റ്റർമാരുടെ ബീഹാറിലെ അനുഭവങ്ങളെപ്പറ്റിയും അവരുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും അവരുടെ ആവശ്യങ്ങളെപ്പറ്റിയും ഒക്കെ ചർച്ചകൾ ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അവർ കൊടുക്കുന്ന ഇൻഫർമേഷനുകളും റിപ്പോർട്ടുകളും ഒന്നും സത്യമല്ല. വലിയ വലിയ ഓർഗനൈസേഷൻസ് വാദിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. അവർ കൊടുക്കുന്ന ഡാറ്റകളൊന്നും ശരിയല്ല. കഴിഞ്ഞ 25-30 വർഷങ്ങളായി ബീഹാറിൽ പ്രവർത്തിക്കുന്ന ചില ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ബീഹാറിലെ 14 കോടി ജനങ്ങളിൽ 75% പേരിലും സുവിശേഷം എത്തി എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സത്യാവസ്ഥ ഇതാണ്. ഓരോ ജില്ലയിലെ പാസ്റ്റർമാരോട് ചോദിച്ചപ്പോഴും അറിയാൻ സാധിച്ചത് 4-5 ജില്ലകൾ ഒഴിച്ച് മിക്ക ജില്ലകളിലും 25 മുതൽ 30 പാസ്റ്റർമാർ വരെ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആവറേജ് ഒരു 35 പാസ്റ്റേഴ്സ് വെച്ച് കൂട്ടിയാലും 1,00,000-ന് മേലെ ജനങ്ങൾക്ക് ഒരു പാസ്റ്റർ എന്ന കണക്കേ ഉള്ളൂ. ഞങ്ങൾ സന്ദർശിച്ച ഒരു അറിയപ്പെടുന്ന ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് ഞാൻ ആ ഓർഗനൈസേഷൻ്റെ പേരോ വ്യക്തിയുടെ പേരോ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: സഭയുടെ തുടക്കത്തിൽ
വളരെ വിശ്വാസികൾ കടന്നു വരുന്നു. എന്നാൽ അവർ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നില്ല. ഇവാഞ്ചലിസ്റ്റുകളും സ്ഥിരമായി നിൽക്കുന്നില്ല. സത്യം ഇതാണ്. ഇവിടെ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ളവർ രോഗസൗഖ്യത്തിനായിട്ടും മറ്റു വിടുതലുകൾക്കായിട്ടും വരുന്നവരാണ്. ഇവരെ വിശ്വാസികൾ എന്ന് പറയാൻ പറ്റില്ല. ഇവർ സീക്കേഴ്സ് അല്ലെങ്കിൽ അന്വേഷകർ മാത്രമാണ്. ഇങ്ങനെയുള്ളവർ സഭയുടെ ഭാഗമാകണമെങ്കിൽ അവരെ വചനം പഠിപ്പിക്കണം. അതിന് കഴിവുള്ള പാസ്റ്റർമാർ ഒരു ഓർഗനൈസേഷനിൽ 8 or 10 പേര് മാത്രമായിരിക്കും. അങ്ങനെയുള്ളവരുടെ മേലും ഓർഗനൈസേഷൻ്റെ പരിമിതികൾ, ഓർഗനൈസേഷൻ്റെ സമ്മർദ്ദം, ഓർഗനൈസേഷൻ്റെ നിയന്ത്രണങ്ങൾ, മനോവൈര്യം കെടുത്തലുകൾ എല്ലാം ചെലുത്തും. ഈ അവസ്ഥയിൽ പൂർണ്ണ സമർപ്പണമില്ലാത്തവരുടെ കാര്യം പോകട്ടെ, സമർപ്പണത്തോടെ വന്നവർ പോലും ഓർഗനൈസേഷൻ വിട്ടു പോകുക പതിവാണ്. ഈ അവസ്ഥ കാണുമ്പോൾ ബീഹാറിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് വളരെ ദുഃഖവും അതിലേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു ആത്മഭാരവുമുണ്ട്. ഇതൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്രിസ്തുവിൻ്റെ ദേഹം, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആദ്യം ഒരു ചെറിയ വിവരണം തരാം. ബൈബിൾ പ്രകാരം സഭയെ ക്രിസ്തുവിൻ്റെ ദേഹം എന്നാണ് വിളിക്കുന്നത്. 1 കൊരിന്ത്യർ 12:27 യേശുവാണ് ഈ ദേഹത്തിൻ്റെ തല. വിശ്വാസികളാണ് അവൻ്റെ ദേഹത്തിലെ ഓരോരോ അംഗങ്ങളും. ഓരോരുത്തർക്കും ദൈവം നൽകിയ പ്രത്യേക ദാനങ്ങളും ബാധ്യതകളും ഉണ്ട്. അവരൊന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ദേഹത്തിൻ്റെ പൂർത്തിയായ സേവനം, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും സാധ്യമാകുന്നത്. അതിൻ്റെ പ്രാധാന്യം, ഏകതയും കൂട്ടായ്മയും വിശ്വാസികൾ വ്യത്യസ്തരായാലും ക്രിസ്തുവിലൂടെ അവർ ഒരു ദേഹമായി ഒന്നിക്കുന്നു. ഇത് സഭയെ വിഭജനങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഓരോരുത്തരുടെയും മൂല്യം ചെറിയതോ വലിയതോ ആയ ദാനം ആയാലും ദേഹത്തിൻ്റെ കയ്യിൽ ഓരോരുത്തരും അത്യന്തം പ്രധാനമാണ്. സേവനത്തിൻ്റെ പൂർണ്ണത എല്ലാ അംഗങ്ങളും അവരുടെ ദാനം ഉപയോഗിക്കുമ്പോൾ ദേഹത്തിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നു, സാക്ഷ്യം ഫലപ്രദമാകുന്നു. ക്രിസ്തുവിനെ പ്രതിഫലിക്കുക, സഭയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം, കരുണ, സത്യങ്ങൾ ലോകത്തോട് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും സഭയുടെ പ്രവർത്തനങ്ങളിലും ഒരു വലിയ ഉത്തരവാദിത്വവും അനുഗ്രഹവും ആകുന്നു. നാം ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയെപ്പറ്റി പഠിക്കുവാൻ പോവുകയാണ്. അതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20:28 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളും. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം സഭ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഇതിനെപ്പറ്റി പിന്നീട് വിശദീകരിക്കാം. ബൈബിളിൻ്റെ മൂലഭാഷയിൽ സഭയെ എക്ലേഷ്യ വാക്കുപയോഗിച്ചാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2 വാക്ക് ചേർത്തുണ്ടാക്കിയ ഒരു പദമാണ്. ക്ലയോ എന്നും ഏക് എന്നും. ക്ലയോ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ട, ഏക് എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട, എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. എക്ലേഷ്യ is a Greek word defined as a called out assembly or congregation. Ecclesia is commonly translated as church.
ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. ഒരു മഹത്വമുള്ള അല്ലെങ്കിൽ തേജസ്സുള്ള സഭയുടെ നിർമ്മാണത്തിനായി ഉപദേശവും ഉപദേശത്തിന് അനുസരിച്ചുള്ള ജീവിതവും ഉണർവും ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉപദേശത്തിന് അനുസരിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കുന്നു. ആദിമസഭകളിൽ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾക്കും വളരെ ഊന്നൽ കൊടുത്ത് ജീവിക്കുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഒരു വലിയ ഉണർവ് നടന്നു. ആളുകൾ ഉപദേശത്തിന് അനുസരിച്ച് ജീവിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആ ഉണർവ് നടന്നത്. പക്ഷേ ആ ഉണർവ് ഇന്ന് സഭകളിൽ കാണുന്നില്ല. വളരെ ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു, സഭകളിൽ ഒരു പൂർണ്ണതയില്ലാതെ വന്നിരിക്കുന്നു. ഞാനിത് നാമധേയ ക്രിസ്ത്യാനികളുടെ കാര്യമല്ല പറയുന്നത്, മറിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് സഭകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നു, രക്ഷയുടെ മാർഗത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റിയോ വിശുദ്ധിയെപ്പറ്റിയോ വേർപാടിനെ പറ്റിയോ ഉള്ള പ്രസംഗം വളരെ കുറഞ്ഞിരിക്കുന്നു. ആ അവസ്ഥയിലാണിപ്പോൾ. ഈ കാരണം കൊണ്ട് തന്നെയാണ് സഭ ഒരു പൂർണ്ണതയിലേക്ക് വരാത്തത്. വിശ്വാസികൾ ഇപ്പോഴും അവരുടെ ബാല്യകാല അവസ്ഥയിലാണ്. ഒരു വചനം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദൈവ പൈതൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരേണ്ടതാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. യേശുക്രിസ്തു വേഗത്തിൽ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാപിച്ച വിശുദ്ധിയും വേർപാടിലും നീതിയിലും ധാർമ്മികതയിലും പൂർണ്ണത പ്രാപിച്ചുകൊണ്ട് മുന്നേറുക. യേശുക്രിസ്തു ഇതാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവസഭ പൂർവ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്താതിരുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടന്നിരുന്നതായ ഒരു സത്യം, അതാണ് സഭ. സഭയുടെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. സഭയ്ക്ക് 4 പേര് കൊടുത്തിട്ടുണ്ട്: സഭ, ശരീരം, രാജ്യം, ഭവനം. ഇത് ഒരു പര്യായ പദമല്ല. ഒരു വ്യക്തിയെപ്പറ്റി പല പേരുകളിൽ നാം അഭിസംബോധന ചെയ്യാറുണ്ട്. അതായത് പിതാവ്, ഭർത്താവ്, മകൻ, സഹോദരൻ. ഇതെല്ലാം ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം വേറെ വേറെയാണ്. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ ഒരു പിതാവാണ്, അതേസമയം തന്നെ ഞാൻ ഒരു ഭർത്താവാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു മകനാണ്, ഞാൻ ഒരു സഹോദരനുമാണ്. ഇതെല്ലാം എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്നാൽ പിതാവിൻ്റെ അർത്ഥമല്ല മകൻ എന്നുള്ളത്.
ഭർത്താവിൻ്റെ അർത്ഥമല്ല സഹോദരൻ എന്നുള്ളത്. ഇതിന് പല അർത്ഥമുണ്ടെങ്കിലും എല്ലാം തന്നെ എന്നെ സംബന്ധിക്കുന്നത് ആയതുകൊണ്ട് അത് പര്യായപദമല്ല. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ വിഷയം തുടരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.